ഗൈസ് ഇന്ന് ഞാനും അനിയത്തിയും കൂടെ ഇവളുടെ കണ്ണിൻ്റെ ഏതാണ്ട് കാണിക്കാൻ ആശുപത്രി പോവാ. അതായത് അനിയത്തി അച്ചു. അപ്പോൾ ഇവളുടെ കണ്ണിൻ്റെ ഏതാണ്ട് പ്രശ്നമുണ്ട്, അത് കാണിക്കാണ്ട് ആശുപത്രി പോവാം. അപ്പോൾ ആശുപത്രി പോകണ വഴിക്ക് നീ ബസ് കിട്ടണം. താമസിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഗൈസ് ഹോസ്പിറ്റലിൽ ചെന്നു. അവിടുത്തെ വീഡിയോ എടുക്കാമെന്നറിയില്ല, അതുകൊണ്ട് മൊത്തം വീഡിയോ എടുത്തില്ല, ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ മരുന്നും കിട്ടി, വേറെ ഒന്നുമില്ല. അവർ പറഞ്ഞാൽ ഞങ്ങളോർത്തോളം നമ്മളുടെ കണ്ണിൽ ഐലൈനർ ഇല്ല, അത് ചെയ്തുകൊണ്ടായിരുന്നു അതിൻ്റെ. പിന്നെ ഐലൈനറിൻ്റെ അല്ല, ഈ കാലാവസ്ഥയിലാണെന്ന് അവർ പറഞ്ഞു ഡോക്ടർ. പിന്നെ അവളുടെ സ്കിന്നിൽ തലയിൽ നമ്മുടെ താരം വരുന്നല്ലോ ഇതിൻ്റെ എന്നൊക്കെയാണ് പറഞ്ഞത്. ഒരാഴ്ചത്തേക്കാരും മരുന്ന് തന്നു, അത് പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം തേക്കുക. അതും കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി ചായക്കടയിൽ പോയി ചായയും ചെറിയ കടിയും കഴിച്ച് പോകുന്നു. പിന്നെ കടയിൽ നിന്ന് ഇറങ്ങി ഇനി ഞങ്ങൾക്ക് കോഴിക്ക് കുറച്ച് കോഴിത്തീറ്റ മേടിക്കണം. അപ്പോൾ ഒരു മീൻ കടയുണ്ട് ഇവിടെ അടുത്ത്, ഫിഷ് ഫാം. അപ്പോൾ അവിടെ പോയാണ് ഞങ്ങൾ സാറിന് മേടിക്കാറ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ മേടിക്കാമെന്ന് ഓർത്തു. പിന്നെ അവിടെ വരെ ബസ്സിന് കൊണ്ടുപോകുന്നത് ഞാനവളും കൂടെ നടന്നു പോകുമെന്ന് വെച്ച് നടക്കുക. ഇനി കുറച്ചും കൂടെ ഉള്ളൂ ഇവിടുന്ന്. ഇച്ചിരി കൊണ്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും കടയായി. പിന്നെ കടയിൽ നിന്ന് നേരെ സ്റ്റാൻഡിൽ ചെല്ലണം, തിരിച്ച് വീട്ടിൽ പോകണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാ കൈസ് കട. ഇവിടെയാണ് ഞങ്ങൾ സാറിന് മേടിക്കുന്നത്. ഇവിടെ നാളൊരു ഇഗ്വാന ഉണ്ടായിരുന്നു, ഇതിപ്പോൾ ഏതാണ്ട് കിളികളാണ്. പിന്നെ അതിനെ തുറത്ത് നോക്കി പറഞ്ഞാൽ ഉറങ്ങുമായിരുന്നു. ഞാൻ തൊട്ട് പുള്ളിനെ കടിക്കാൻ പറ്റുമോ. പിന്നെ കുറച്ച് നേരം കളിച്ചാൽ അനിയത്തി ഉണ്ട്, അത് മുറുക്കെ കടിക്കുന്നു. പിന്നെ ഞങ്ങൾ കടയുടെ അകത്തോട്ട് കയറി. അനിയത്തി സംഭവം മേടിക്കാൻ സമയം കൊണ്ട് ഞാൻ പിന്നെ കുറച്ച് മീനെയും മറ്റു സംഭവമൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ എനിക്ക് പരിചയമുണ്ട്. പിന്നെ ഞങ്ങൾ ഇന്നാൾ ഇവിടെ വന്നായിരുന്നു കൂട്ടുകാരന് കുറച്ച് മീൻ മേടിക്കാൻ. അപ്പോൾ ഇതാ മീൻ, ഇത് ഏതാണ്ട് മീനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇത്ര ഒന്ന് ഇങ്ങനെ തന്നെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ 40,000 രൂപ എന്നോട് പറഞ്ഞു. ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. അവിടെ നിന്ന് എല്ലാം പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് അടുത്ത മീനുകളൊക്കെ കാണാൻ പോയി. ഈ ഒരൊറ്റ കല്ല് വെച്ച എല്ലാ സംഭവം കൂടെ. അപ്പോൾ അനിയത്തി അവരോടെല്ലാം കാര്യമൊക്കെ പറഞ്ഞ് എല്ലാം ചോദിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. ഇതിനൊക്കെ ഓരോന്നായിട്ട് ഇത് മറ്റേ ലക്ഷങ്ങളുടെ വല്ലുള്ള മീനില്ലേ, അതിൻ്റെ ഏതാണ്ട് സംഭവം എനിക്കറിയത്തില്ല കറക്റ്റ്. പിന്നെ ഇതൊക്കെ കണ്ടു. ഇതിനെയൊക്കെ ഒരെണ്ണത്തെ മേടിക്കണം. പക്ഷേ ഈ ഒരു കല്ലിൽ ഇപ്പം കണ്ടേ, ഈ കല്ല് 1 കിലോയ്ക്ക് 250 രൂപ വില. അത് ഏതാണ്ട് കുമ്മായ ഏതാണ്ട് സാധനങ്ങളാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഫുഡ് എല്ലാ സംഭവമൊക്കെ ഇവിടെ ഉണ്ട്, പട്ടിക്കും പൂച്ചയ്ക്കും കോഴിക്കും ഒക്കെ ഉള്ളു.